ഇന്നലത്തെ ഒരു അഡാർ എപ്പിസോഡായിരുന്നു കേട്ടോ. നമ്മുടെ ബാലേട്ടൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക, എൻ്റെ വിസിറ്റിംഗ് കാർഡ്, എൻ്റെ നമ്പർ ഉണ്ട്, ഇതിനകത്ത് എൻ്റെ അഡ്രസ്സ് ഉണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ബാലേട്ടൻ അത് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് അവിടെ ഇട്ടിട്ട് തിരിച്ചിറങ്ങുവാണ്. ആ ഒരു നോട്ടം കണ്ട ഇറങ്ങുമ്പോഴേക്കുള്ള നല്ല അഡാറ നോട്ടമാണോ നോക്കണം സ്റ്റാൻലിയോടുള്ള. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻലി ഈ കഥാപാത്രത്തിന് കറക്റ്റായിട്ടുള്ള ഒരാളെ തന്നെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പകച്ചു നിൽക്കുകയാണ് സ്റ്റാലിൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. തൻ്റെ ചോരയിൽ ജനിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമ്പോഴുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി എന്താണ് അങ്ങോട്ട് ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ ആ ബാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അതിനിടക്ക് നമ്മുടെ അലീന വിളിക്കുന്നുണ്ട്, അച്ഛൻ എവിടെയാണ്, ഇന്ന് വരുന്നുണ്ടോ? ഇല്ല മോളെ, ഇന്ന് ഞാനൊരു റൂം എടുക്കുന്നുണ്ട്, വല്ലാത്ത ക്ഷീണോ. എന്നാൽ അച്ഛൻ ഇന്ന് വരണ്ട, അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് നാളെ വന്നാൽ മതിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബാലേട്ടന് അളിയൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താണ് ബാലേട്ട പ്രശ്നം, ബാലേട്ടന് ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ തന്നോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, റൂം എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതിനുശേഷം കാര്യങ്ങളെല്ലാം അളിയനോട് പറയുന്നുണ്ട്. അലീന വൈജയന്തിയുടെ മോളാണെന്നും സ്റ്റാൻലി അലീനയുടെ അച്ഛനാണെന്നും പറയുന്നുണ്ട്. ഗോവിന്ദൻകുട്ടി ആകെ അത് അറിഞ്ഞിട്ട് പതച്ച് നിൽക്കുകയാണ്. വൈജയിച്ചിക്ക് അറിയാവോ, അല്ലെങ്കിൽ അലീനക്ക് അറിയാവോ അമ്മയാണ് എന്ന്? അലീനക്കെല്ലാം അറിയാം, അലീന അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓർഫനേജിൽ നിന്ന് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ 23 വർഷം അവൾ അനാഥയായിട്ട് ജീവിച്ചില്ലടോ. ഇനി അവൾക്കൊരു അച്ഛൻ വേണം, അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അവൾ അറിയണം. ഇങ്ങനെയാണ് കേട്ടോ ഇന്നലത്തെ എപ്പിസോഡ്.